നാഫിയുടെ ഹസ്ബൻഡ് ആരാ? ലേബർ റൂമിന് മുന്നിൽ കസേരയിലിരുന്ന ആൾക്കാരെ നോക്കി നഴ്സ് ചോദിച്ചു. റാഷി പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. നഴ്സിന്റെ അടുത്തേക്ക് ചെന്നു. അവന്റെ കയ്യിലേക്ക് തങ്കക്കുടം പോലെയുള്ള ഒരു കുഞ്ഞു വാവയെ വെച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ആൺകുട്ടിയാ? അൽഹംദുലില്ലാ. റാഷി അവന്റെ കുഞ്ഞു മുഖത്തേക്ക് നോക്കി. അവന്റെ ചെവിയിൽ മന്ത്രിച്ചു, ലാ ഇലാ ഇല്ലല്ലാ. അപ്പോഴേക്കും ഉമ്മയും പെങ്ങളും ഓടിയെത്തി. നോക്കൂ ഉമ്മ, വിശപ്പുകാരനാ എൻ്റെ മോൻ. വലതു കൈ ചുരുട്ടിയത് വായുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന അവനെ നോക്കിക്കൊണ്ട് അവൻ പുഞ്ചിരിച്ചുകൊണ്ട് ഉമ്മയുടെ കയ്യിൽ കുഞ്ഞിനെ ഏൽപ്പിച്ചു. പടച്ചോൻ തന്ന നിധിയേ, വാ യാ അല്ലാ, ബർക്കത്തുണ്ടാകണേ എന്ന് പറഞ്ഞു ഉമ്മ സന്തോഷത്തോടെ കുഞ്ഞിനെ ഏറ്റുവാങ്ങി വാത്സല്യപൂർവ്വം അവന്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു. എന്നിട്ട് ചെവിയിൽ ഉമ്മയും ഊതി. റാഷിയുടെ ഭാര്യ നാഫിയയുടെ ആദ്യ പ്രസവമാണെങ്കിലും നോർമൽ ഡെലിവറി ആയിരുന്നു. നാഫിയുടെ തറവാട്ട് വീട്ടിലാണെങ്കിൽ ഉപ്പായും ഉമ്മായും തനിച്ചാണ്. ഇരുവർക്കും ചെറിയ തോതിൽ വയ്യായികയാണ്. സഹോദരൻ ഭാര്യയുമൊത്ത് ഗൾഫിലാണ്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ നിന്നും കുഞ്ഞിനെ കൊണ്ടുവരുമ്പോൾ ഒന്ന് തൻ്റെ തറവാട്ട് വീട്ടിൽ കയറി ഉപ്പാനെയും ഉമ്മായെയും കുഞ്ഞിനെ കാണിച്ച് നാഫി നേരെ റാഷിയുടെ വീട്ടിലേക്ക് പോയി. അന്ന് രാത്രി അത്താഴമൊക്കെ കഴിച്ച് റാഷി ബെഡ്റൂമിൽ പ്രവേശിച്ചു. നാഫി വാവയെ മാമൂട്ടുകയായിരുന്നു. അവൾ ഞെട്ടിപ്പോയി. അയ്യേ, എന്തിക്കാ ഇത്? എനിക്ക് നാണാവുന്നു. പോ. എന്തു പോന്നു? ഇക്കാ, നിങ്ങളുടെ വീട്ടിൽ ഞാൻ വന്നിട്ടുണ്ടെങ്കിലും കുറേ നാളത്തേക്ക് എൻ്റെ കൂടെ കിടക്കാൻ വരരുത്. അതെന്താ കൂടെ കിടന്നാൽ? കാ, എനിക്ക് റെസ്റ്റ് വേണം. നീ റെസ്റ്റ് എടുത്തോ. അതിനെന്താ? ഒന്നുമില്ല. പിന്നെ പെട്രോളിൻ്റെ അടുത്ത് കിടക്കുന്നത് മോശമല്ലേ? ഒരാണിന് ചേർന്ന പണിയല്ല അത്. ഓ അങ്ങനെ. ഞാൻ താഴെ കിടന്നോളാം. മാണ്ട, ഈ റൂമിൽ കിടക്കാൻ പാടില്ല. എത്ര ദിവസം ഉണ്ടാവും ഈ കലാപരിപാടി? റാഷി ആകാംക്ഷയോട് ചോദിച്ചു. 40 ദിവസം. 40 ദിവസമോ? എൻ്റെ അല്ലോ, തൂലഞ്ഞത് തന്നെ. അതും പറഞ്ഞ് റാഷി കുഞ്ഞിനെ ഒന്ന് നോക്കി ബെഡ്റൂമിൽ നിന്നും ഇറങ്ങി നടന്നു. നാഫി ആശ്വാസത്തോടെ നെഞ്ചൽ കൈവച്ചു. പടച്ചോൻ കാത്തു, അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിരാശനായി ഇറങ്ങിയപ്പുറത്ത് ആദ്യ ഭാര്യ കുഞ്ഞിപ്പാത്തു കിടക്കുന്ന റൂമിൽ പോയി കിടന്നു. വാതിൽ തുറന്നപ്പോൾ തന്നെ കുഞ്ഞിപ്പാത്തു കൈകാട്ടി അടുത്തേക്ക് വിളിച്ചു. ഇവളിവിടെ ഉണ്ടായിരുന്നോ? ആ ബെഡിൽ പോയി കിടക്കേണ്ട താമസം. കണ്ണിൽ ഉറക്കം വന്നു. കുഞ്ഞിപ്പാത്തു അവൻ കിടക്കുന്നതിന് സമീപം വന്നു കിടന്നു. ഉറങ്ങുകയായിരുന്ന റാഷിയെ ഉറുമ്പടക്കം കെട്ടിപ്പിടിച്ചു. അപ്പോൾ റാഷി ഉറക്കം ഉണർന്നു. ഓ, പാത്തു ഉറങ്ങിയില്ലായിരുന്നു ഇതുവരെ. എനിക്കങ്ങനെ ഉറങ്ങാൻ പറ്റുമോ എൻ്റെ റാഷിക്ക? നാഫി പ്രസവിച്ചു വന്നു അല്ലേ? റാഷി അവളുടെ കൈക്കുള്ളിൽ കിടന്ന് ഒന്ന് മൂളി. ആൺകുട്ടിയാണ് അല്ലേ? എനിക്ക് മുമ്പേ അറിയാമായിരുന്നു. ഓ, അതെങ്ങനെ? ഒരു പെണ്ണിന് ഗർഭിണിയായ മറ്റേ പെണ്ണിൻ്റെ ലക്ഷണം കണ്ടാൽ അറിയാൻ പറ്റും. അതിന് നീ ഗർഭിണിയായിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെ? അതിന് ഗർഭിണിയാകണമെന്നൊന്നുമില്ല, പെണ്ണായാൽ മതി. ഹോ, സൂപ്പർ. പ്രസവിച്ച പെണ്ണിൻ്റെ കൂടെ വേറൊരു പെണ്ണിന് കിടക്കാമല്ലോ. നീ എന്താ അവിടെ നാഫിയുടെ റൂമിൽ പോയി കിടക്കാത്തത്? റാഷിക എവിടെയാണ്? അവിടെയും ഞാൻ. അല്ലാണ്ട് എനിക്കെന്ത് കാര്യം? അതും പറഞ്ഞ് കുഞ്ഞിപ്പാത്തു എന്ന ഫാത്തിമ മുത്തുപൊഴിയും പോലെ ചിരിച്ചു. അന്ന് രാത്രി മുഴുവൻ റാഷിയുടെ കൂടെ കിടന്ന കുഞ്ഞിപ്പാത്തു വെളുപ്പിനെ എണീറ്റ് റൂം വിട്ടു. ദിവസങ്ങൾ കടന്നുപോയി. ഇന്ന് നാഫിയുടെ 40 കുളിയാണ്. റാഷി നല്ല സന്തോഷത്തിലായിരുന്നു. ഇന്ന് തൊട്ട് നാഫിയുടെയും കുഞ്ഞിൻ്റെയും കൂടെ തൻ്റെ ബെഡ്റൂമിൽ കിടന്നുറങ്ങാം. എടി നാഫി, ഇന്ന് നമ്മുടെ വീണ്ടും ഒരു ആദ്യ രാത്രിയാണ്, അത് മറക്കണ്ട. പകലത്തെ ചടങ്ങിന് റാഷിയുടെ ഉത്സാഹം കണ്ടപ്പോഴും തന്നെ തഞ്ചത്തിൽ ആളൊഴിഞ്ഞ സ്ഥലത്ത് കിട്ടിയപ്പോൾ കിട്ടിയ കാതിൽ വന്ന് ആ സന്തോഷം കൊണ്ടുള്ള അടക്കം പറച്ചിൽ കേട്ടപ്പോൾ നാഫിക്ക് ഏറെ സന്തോഷമായി. കൂടാതെ അല്പം ഭയവും. അല്ലോ, നോർമൽ ഡെലിവറിയാണ്. പഴയ സ്നേഹമൊക്കെ ഉണ്ടാകണേ. അന്ന് രാത്രി നാഫിയുടെ കൂടെ ഏറെ ആശയോട് കൂടി കിടന്ന റാഷി പെട്ടെന്നുറങ്ങിപ്പോയി. പാതിരാത്രിയായപ്പോൾ വാതിലിൽ അനക്കം കേട്ടു. കുഞ്ഞിപ്പാത്തു റാഷി നാഫി ഉറങ്ങുന്ന ആ ബെഡ്റൂമിലേക്ക് പ്രവേശിച്ചു. റാഷിയുടെ ഇടതുവശം ചേർന്ന് കിടക്കുകയാണ് നാഫി. നല്ല ഉറക്കമാണ്. പാത്തു റാഷിയുടെ വലതുവശം വന്ന് കിടന്നു. എന്തേ? റാഷി ചോദിച്ചു. എനിക്ക് അവിടെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. എന്തേ എന്നെ ഇവിടെ കിടക്കാൻ വിളിക്കാതിരുന്നത്? എന്തിനാ എന്നെ ആ റൂമിൽ അടച്ചിട്ടിരിക്കുന്നത്? ഈ കണ്ട കാലം മുഴുവൻ ഞാനും അവളും ഇവിടെ ആയിരുന്നല്ലോ. ഞാൻ പറഞ്ഞിട്ടാണല്ലോ നിങ്ങൾ നാഫിയെ കെട്ടിയത്. എനിക്ക് കുട്ടികളാവാത്തത് കൊണ്ടാണല്ലോ ഞാൻ തന്നെ മുൻകൈയെടുത്ത് നിങ്ങൾക്ക് നാഫിയെ കെട്ടിച്ചു തന്നത്. നാഫി ഗർഭിണിയായിട്ട് പ്രസവിക്കാൻ പോകും വരെ നമ്മൾ മൂവരും ഒന്നിച്ചാണല്ലോ കിടന്നത്. പിന്നെന്തിനാ എനിക്ക് മാത്രമായി ഒരു റൂം കൽപ്പിച്ചു തന്നിട്ട് അവിടെ തളച്ചിടാൻ നോക്കുന്നത്? എന്നത്തെയും പോലെ ഞാനും ഇവിടെ കിടക്കും. എന്തെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതൊന്നിച്ചായിരിക്കും.
അതിന് പാത്തു, നീ നിന്റെ ഇഷ്ടപ്രകാരമല്ലേ ആ റൂമിൽ പോയി കിടന്നത്? നിനക്ക് നാഫിയെയും നാഫിക്ക് നിന്നെയും വളരെ ഇഷ്ടമായിരുന്നല്ലോ. നിങ്ങൾ ഒരു മനസ്സ് പോലെ പ്രവർത്തിച്ചത് കൊണ്ടല്ലേ എനിക്കിവിടെ സുഖമായി ജീവിക്കാൻ പറ്റിയത്. എനിക്ക് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയാണ്. അത് കേട്ടപ്പോൾ പാത്തുവിന് സമാധാനമായി. ശരി, ഉറങ്ങൂ. 2 ഭാര്യമാരുടെ ഇടയിൽ റാഷി ഉറക്കത്തിലാണ്ടു. ആ ഉറക്കത്തിൽ റാഷി സ്വപ്നത്തിൽ നിന്നും യാഥാർത്ഥ്യത്തിലേക്കും യാഥാർത്ഥ്യത്തിൽ നിന്നും വീണ്ടും സ്വപ്നത്തിലേക്കും പോയിക്കൊണ്ടിരുന്നു. പാത്തുവിനെ കല്യാണം കഴിഞ്ഞ് 12 വർഷമായിട്ടും കുട്ടികളാകാതിരുന്നത് മൂലം വീട്ടുകാരുടെ ആഗ്രഹപ്രകാരവും പാത്തുവിൻ്റെ ആഗ്രഹപ്രകാരവും നാഫിയെ നിക്കാഹ് ചെയ്തു കൊണ്ടുവന്നു. പേരിന് മാത്രം ഒരു ചടങ്ങ് നടത്തി എടുപിടി എന്ന് നാഫിയെ വീട്ടിൽ കൊണ്ടുവന്ന സമയം ഒരു മൈലാഞ്ചി പോലും ആരും അവളുടെ കയ്യിൽ ഇട്ടുകൊടുത്തില്ല. ഇക്ക നല്ല ആർട്ടിസ്റ്റ് ആണല്ലേ? നാഫിയുടെ മൃദുലമായ ഉള്ളംകൈയിൽ റാഷി മൈലാഞ്ചി ഇടവേ അവൾ ചോദിച്ചു. കുഞ്ഞിപ്പാത്തുവാണ് എന്നെ ഇടാൻ പഠിപ്പിച്ചത്. അവളാണ് ശരിക്കും കലാകാരി, ഞാനല്ല. അത് കേട്ടപ്പോൾ നാഫിയുടെ മുഖം മങ്ങി. കണ്ണിൽ നിന്നും കണ്ണുനീര് ധാരയായി ഒഴുകി. നാഫിയുടെ കസിനാണ് കുഞ്ഞിപ്പാത്തു. മക്കളാവാത്തതുകൊണ്ട് ഏറെക്കുറെ കുത്തുവാക്കുകൾ കേട്ടുകൊണ്ടിരുന്ന കുഞ്ഞിപ്പാത്തു ഒരു ദിവസം തന്നെ നിർബന്ധിച്ചു. നാഫി, നീ റാഷിക്കാൻ്റെ കസിനല്ലേ? കുറേ നാളായല്ലോ നീ ഡിവോഴ്സായി വന്നിട്ട് നിന്റെ വീട്ടിൽ തനിച്ച് താമസിക്കുന്നത്. എടി, നീയും കൂടി പോരടി റാഷിക്കാൻ്റെ കൂടെ. നീ എൻ്റെ കളിക്കൂട്ടുകാരിയല്ലേ? മദ്യപാനിയും മയക്കുമരുന്നും ഒക്കെയുള്ള നിന്റെ ആദ്യ ഭർത്താവ് നിന്റെ ജീവിതം കുട്ടിച്ചോറാക്കി. ഏതായാലും അതിൽ നിന്ന് മോചനം നേടി നീ വന്നു. നീ ഞാൻ പറഞ്ഞതൊന്ന് കേൾക്ക്. 2ാം ഭാര്യയായി നീ വാ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. പാത്തു, ഇതെന്താ പറയുന്നേ? ഇതെന്താ ഒമറിൻ്റെ കാലഘട്ടമാണോ? ഇതൊക്കെ ന്യൂ ജനറേഷൻ എങ്ങനെയാ എടുക്കുന്നതെന്ന് അറിയില്ല. ചുമ്മാ നാട്ടുകാരുടെ പ്രാക്കും അപമാനവും സഹിക്കേണ്ടി വരും. നീ ഇതിൻ്റെ അനന്തരഫലമായി ഇതൊക്കെ ചിന്തിക്കുന്നുണ്ടോ? ഒക്കെ ഞാൻ ചിന്തിക്കുന്നുണ്ട്. അതൊന്നും സാരമില്ല. തറവാട്ടിലൊരു കുഞ്ഞിക്കാല്, അതാണ് പ്രധാനം. ഈ 12 വർഷമായിട്ടും മക്കളാവാത്ത ഞാൻ ഇനി എന്താ ചെയ്യുക? റാഷിക്കാൻ്റെ കുടുംബം പിൻഗാമികളില്ലാതെ തകർന്നു പോകുന്നത് ആലോചിച്ചിട്ട് ഉമ്മ എന്നും വഴക്കാണ്. ഇക്കണ്ട സ്വത്തുവകകളൊക്കെ അനാഥാലയത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞ് കരയുകയാണ് റാഷിക്കാൻ്റെ ഉമ്മ. എടി, നീ ഉണ്ടാകുമ്പോൾ ഞാൻ എങ്ങനെയാടി? എനിക്ക് സങ്കല്പിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനാണ് തടസ്സമല്ലേ? പാത്തു മനസ്സിൽ പറഞ്ഞു. ഒന്ന് മൂളിയിട്ട് പാത്തു അവിടെ നിന്ന് ഇറങ്ങി. അതുപോലെ തന്നെ സമയം സന്ദർഭം ഒത്തുവരുമ്പോൾ റാഷിയെയും അവൾ പ്രേരിപ്പിച്ചു. റാഷിക്ക, എന്തായാലും നാഫിയെ കെട്ടണം. എനിക്ക് പൂർണ്ണ സമ്മതമാണ്. ഇല്ല പാത്തു, എനിക്കെൻ്റെ ജീവിതത്തിൽ വേറെ പെണ്ണില്ല. നീ ഉള്ളിടത്തോളം കാലം നീ ആയിരിക്കും എൻ്റെ ഭാര്യ. എനിക്ക് കുഞ്ഞ് നീയും നിനക്ക് കുഞ്ഞ് ഞാനുമായി ജീവിക്കും, അത്ര തന്നെ. റാഷി തൻ്റെ നിലപാട് തുറന്നു പറഞ്ഞു. ഞാൻ ഉള്ളിടത്തോളം കാലം അപ്പോൾ ഞാനാണ് തടസ്സമല്ലേ? റാഷിക്ക, എനിക്കൊരു ഒസ്യത്തുണ്ട്, അത് ഞാൻ പറയാം. എനിക്കിഷ്ടം റാഷിക്ക നാഫിയെ കെട്ടുന്നതാണ്. ഒസ്യത്തോ? പ്രായമായവരല്ലേ ഒസ്യത്ത് പറയുക? മരിച്ചുപോയാൽ അത് നടപ്പാക്കാൻ വേണ്ടി. പ്രായം കുറഞ്ഞവർക്ക് മരിക്കാമല്ലോ. എന്താ നീ പറയുന്നത് പാത്തു? റാഷിക്കൊന്നും മനസ്സിലായില്ല. പക്ഷേ റാഷിക്കൊടുവിൽ അത് മനസ്സിലായി. പാത്തു ഒസ്യത്ത് എഴുതി വെച്ച് സ്വന്തം ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി. ഒരു പിടി ചാരമായി തീർന്നപ്പോൾ അവളുടെ ആഗ്രഹം നടപ്പാക്കാനായിരുന്നു പിന്നീട് റാഷി നാഫിയെ കെട്ടിയത്. നാഫിയെ കെട്ടിയ ശേഷം തുടർന്നുള്ള റാഷിയുടെ പല രാത്രികളിലും അവൾ കടന്നു വരും. അവർ മൂവരും ഒരുമിച്ച് കിടക്കും. റാഷിയുടെ സ്വപ്നത്തിലെ 2 ഭാര്യമാർ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.